നമ്മുടെ തോട്ടത്തിൽ പാകമായ ജാതിക്കകൾ ഇപ്പോൾ മനോഹരമായ ചന്തത്തോടെയാണ് കിടക്കുന്നത്. ഇത്തവണ സീസൺ നേരത്തെ ആയതുകൊണ്ട് മെയ് മാസം അവസാനം മുതൽ കായകൾ പാകമായി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം സീസൺ കഴിയാറായി വരുന്നുണ്ട്. ഇത്തവണ മഴ കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ജാതിയുടെ കായയുടെ വളർച്ചയ്ക്ക് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. പാരമ്പര്യമായ വിശ്വാസപ്രകാരം ജാതി നട്ടാൽ അതിൻ്റെ അനുഗ്രഹം കുറച്ച് തലമുറകൾക്കുമെങ്കിലും ലഭിക്കുമെന്നാണ് കാരണവന്മാർ പറഞ്ഞിരുന്നത്. ഇന്ന് എടുത്ത ജാതിക്കയിൽ നിന്ന് ഏകദേശം 1 കിലോയോളം പത്രി കിട്ടിയിട്ടുണ്ട്. പുറന്തൊണ്ട് മാറ്റിയതിൻ്റെ ശേഷം കുറച്ചു നേരം വെള്ളത്തിൽ നനച്ചു വെച്ചതുകൊണ്ട് പൂവ് പൊളിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെയായി. ഇതിൽ നിന്ന് കൈവരിച്ച പൂവ് ചുറ്റുപാടിനും മനസ്സിനും ശാന്തിയും കുളിർമയും പകരുന്നു. ഇതുപോലെയുള്ള ചെറിയ അളവിൽ ജാതിപ്പൂ ഉണക്കുന്നതിനായി ചെറിയൊരു ഇൻക്യുബേറ്റർ സെറ്റപ്പ് മതി. നല്ല നിറത്തിൽ ഉണക്കി ശേഖരിക്കുമ്പോൾ അതിൻ്റെ ഗുണവും ആകർഷണവുമൊക്കെ സംരക്ഷിക്കാം. ഈ ഇൻക്യുബേറ്ററിനുള്ള വേണ്ട സാധനങ്ങൾ ഒരു ബൾബ്, ചെറിയൊരു ഫാന്, ഒരു തെർമോസ്റ്റാറ്റ്, അതുപോലെ തന്നെ ഒരു സെൻസർ. ഇതാണ് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കാനായിട്ടുള്ള ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന അതേ സെറ്റപ്പ് തന്നെയാണ്. അതിനകത്ത് വേണമെങ്കിൽ നമുക്കിത് ഉണങ്ങാം. കുറഞ്ഞ അളവിൽ പത്രി ഉള്ളപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. കൂടുതലുള്ളപ്പോൾ വലിയ ഡ്രയർ ഉപയോഗിച്ചാൽ മതിയാകും. ഈ ഇൻക്യുബേറ്ററിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആമസോണിൽ ലഭ്യമാണ്. എന്തായാലും ഇത് ഉണങ്ങാൻ വെച്ചു ഒരു 12 മണിക്കൂർ കൊണ്ട് നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്.